നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം. പല്ലവി എവിടെയില്ല അമ്പേജി? ഉണ്ട്, ഞാൻ വിളിക്കാം. പല്ലവി മോളെ. പ്രമോദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു അമ്പേജി. എന്താ അമ്മ? സുരഭിയുടെ മൊബൈലിൽ വന്ന ഫോട്ടോസ് പ്രിന്റ് എടുത്തു തരാൻ നീ പറഞ്ഞല്ലേ? ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി ശരി ചേച്ചി. ആരുടെ ഫോട്ടോയാ? അത് അമ്മ, ഞാൻ പിന്നെ കാണട്ടെ. വേണ്ട, തരാനാ പറഞ്ഞ. ഇങ്ങ് തരാനില്ല പല്ലവി. അമ്മ വീട തരാൻ. എന്താ അമ്മ ഇത്? വിപിന്റെ ഫോട്ടോ. ഇതെന്തിനാ നിനക്ക്? സുരഭിയുടെ ഫോണിലേക്ക് വിപിൻ സാർ അയച്ചതാ. എന്തിന്? എനിക്കറിയില്ല. എന്നിട്ട് പല്ലവിക്ക് കൊടുക്കണമെന്ന് അവളോട് പറഞ്ഞു അത്രേ. ഞാൻ ഇത് വിശ്വസിക്കില്ല. സത്യം പറയടി, എന്തിനാ നിനക്ക് ഈ ഫോട്ടോ? ഞാൻ പറഞ്ഞത് സത്യം അമ്മ. എന്റെ സൗന്ദര്യത്തില് വിപിൻ സാറും മയങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ദേ പല്ലവി, വെറുതെ അനാവശ്യം പറയരുത്. നീ കള്ളം പറയുന്നതാ. ഈ കുട്ടി ഇങ്ങനത്തെ വഷളത്തരങ്ങളൊന്നും ചെയ്യില്ല. സത്യം പറയാനാ പറഞ്ഞേ. പറയാൻ പറയടി. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വേണ്ട, കുട്ടിയോട് ഞാൻ ചോദിക്കാം. മോളെ, വിശാലിന്റെ അനിയൻ ഇതുപോലുള്ള തല്ലുകൊള്ളിത്തരം ചെയ്യില്ലെന്നാണ് മുത്തച്ഛന്റെ വിശ്വാസം. മോള് സത്യം പറ. മോൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അവൻ ഈ ഫോട്ടോ തന്നത്? അതെ. മോൾക്കെന്തിനാ അവന്റെ ഫോട്ടോ? ഒരു കാര്യവുമില്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ ആവശ്യപ്പെടില്ലല്ലോ. മോള് മുത്തശ്ശനോട് സത്യം പറയ. അത് മുത്തശ്ശ, ഉത്സവത്തിന് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കില്ലേ, അതില് വിപിൻ സാറിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിയാ അയച്ചു തന്നത്. ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചത്. ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെടാന്ന് പറഞ്ഞ കെട്ടിക്കാരായ പെൺകുട്ടിയല്ലേ അവള്? കുട്ടിക്കളി മാറിയിട്ടില്ല, അതുകൊണ്ടാ. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ ഉദയനൂരമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.